കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ രാമൻ്റെ അടുത്ത് മാഷ് എല്ലാ കാര്യങ്ങളും അറിയിക്കുകയാണ്. രാമനാഥന് അത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. എന്നിട്ടും മാഷ് പറയുന്നു, ഇതൊന്നും സ്വപ്നവല്ലിയുടെ അടുത്ത് പോയി പറയല്, കാരണം വീട്ടിൽ ഇതെല്ലാം അറിഞ്ഞ് ഭയങ്കര പ്രശ്നമായിരിക്കുകയാണ്. ഇനി അവിടെ അറിഞ്ഞ് എല്ലാവരും കൂടെ പ്രശ്നമാക്കണ്ട, രാമൻ തന്നെ അവരോട് രണ്ടുപേരോട് സംസാരിക്കണം, എന്നിട്ട് എന്താ തീരുമാനം എന്ന് വെച്ചാൽ നോക്കാം എന്ന് പറയും. അങ്ങനെ രാമനും ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ചിപ്പി ആദ്യം വിളിച്ചിങ്ങനെ സംസാരിക്കുകയാണ്. ആദ്യമായിട്ട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞു, എൻ്റെ മമ്മിയെ വിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല, കാരണം നീ എന്താ മമ്മിയുടെ അവസ്ഥ മനസ്സിലാക്കാത്തതെന്നൊക്കെ ചോദിക്കുക. അപ്പം ചിപ്പി പറയുക, അതിന് മമ്മി ഡാഡിയോട് വഴക്കിട്ട് പോയതല്ലേ എന്നുള്ള രീതിയിൽ പറയുക. അതുമല്ല, അത് മമ്മിയുടെ വീടല്ലോ, നിങ്ങൾ അവിടെ ഗസ്റ്റുകളല്ലേ എന്ന് പറയും. ഇത് ആദ്യേട്ടൻ്റെയും കൂടെ വീടല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ പറയും, ഞാൻ വരില്ല എന്ന് പറയും. അന്നേരം പറയും, എന്നാൽ ആദ്യേട്ടൻ വരില്ലേ, എനിക്കൊരു അനിയനെ കിട്ടുമല്ലോ എന്ന് പറയാം. അപ്പോൾ ആദ്യം ചോദിക്കുക, അതെങ്ങനെ എന്ന് പറയും. അപ്പോൾ പറയാം, അത് ഞാൻ അമ്മയോടും ഡാഡിയോടും പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു അനിയനെ വേണമെന്ന്. അത് അമ്മ എനിക്ക് പ്രസവിച്ച് തരുമെന്ന് പറയും. ഇത് കേട്ട് ആദ്യക്ക് നല്ല ദേഷ്യം വരുന്നു. അങ്ങനെ അവർ ഫോൺ കട്ട് ചെയ്തിട്ട് പോകുന്നു. ഈ സമയത്ത് രാമൻ ഇതൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പം ചിപ്പിമോള് പറയുന്നു, ഇങ്ങനെ അനിയനെ വേണം എന്നുള്ള കാര്യം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അത് സ്വപ്നവല്ലിക്ക് ഇഷ്ടപ്പെടുന്നില്ല, കാരണം മഞ്ജിമ കുത്തി കൊടുത്തത് കൊണ്ട് സ്വപ്നവല്ലി ഏതോ പറയുമ്പോൾ കുഞ്ഞെഴുന്നേറ്റ് ഒറ്റ പോക്ക് പോകും. പിന്നീട് സ്വപ്നവല്ലിയും അകത്തേക്ക് പോയി. ഈ സമയത്ത് രാമൻ ഇവർ രണ്ടുപേരെ ഇരുത്തി ഓരോ കാര്യങ്ങളൊക്കെ അറിയുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാവും, രാമനും മനസ്സിലായിട്ടുണ്ടെന്ന്. അപ്പോൾ ജീവിത കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, നിങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെ ആയാൽ ജീവിതം മുന്നോട്ട് പോകത്തില്ല, കാരണം വയസ്സാകുമ്പോൾ താങ്ങും തണലും ആകേണ്ടവരാണ് നിങ്ങൾ, പക്ഷേ അത് ഇപ്പോഴാണ് ജീവിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നു, നിങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞ് രാമനും എഴുന്നേറ്റ് പോവും. പിന്നീട് നമ്മുടെ ആകാശ് ഇങ്ങനെ മറീനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് രചന താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ചോദിക്കുന്നത്, കുറേ നേരമായല്ലോ ഫോണിൽ സംസാരിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ പറയാം, അത് നമ്മുടെ ഫ്ലാറ്റിലെ റോയി ആണെന്ന് പറയും. അപ്പോൾ എന്തെങ്കിലും പുതിയ വിവരം കിട്ടിയോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയാം, ഇന്ന് ഇഷിതയും മഹേഷ് രാവിലെ ഇറങ്ങിപ്പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് ഫ്ലാറ്റിൽ തന്നെ ഇരിക്കുകയാണ്, എന്തോ സംഭവമുണ്ട്. അപ്പം രചന പറയാം, അതിലൊരു അതിലെന്താ പ്രശ്നം, അവർ ചിലപ്പോൾ പോയിട്ട് വന്നതായിരിക്കും എന്ന് പറയാം. അല്ല, ഇന്ന് ഇഷിതയ്ക്കാണ് OP ഉള്ള ദിവസമായിരുന്നു, മഹേഷിനാണ് ഒരു ഇൻറ്റേർണൽ മീറ്റിംഗും ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി വെച്ചു എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ രചനയ്ക്ക് മനസ്സിലാവുന്ന എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അതുപോലെ മഹേഷ് ഗാർഡൻ ഏരിയയിൽ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. അപ്പോൾ രചന ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ മഞ്ജിമയുടെ എൻട്രിയാണ്. അങ്ങനെ മഞ്ജിമ വന്ന് സ്വപ്നവല്ലിയായിട്ട് എല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്വപ്നവല്ലി പറയുന്നത് അവരുടെ ഇടയിൽ എന്തോ രഹസ്യമുണ്ട്, അതെങ്ങനെയും കണ്ടെത്തണം. അപ്പോൾ മഞ്ജിമ പറയുന്നത്, അമ്മ വിഷമിക്കേണ്ട, എന്തൊക്കെയാണെങ്കിലും ഞാൻ ആ രഹസ്യം കണ്ടെത്തി അമ്മയുടെ മുമ്പിൽ എത്തിച്ചു തരാം എന്ന് വാക്ക് കൊടുക്കുകയാണ്. ഇതേ സമയം ഇഷിതയും മഹേഷിനും അവരുടെ സ്നേഹത്തിന് ഒരു കുറവും തട്ടിയിട്ടില്ല, അവർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. പിന്നെ മഞ്ജിമയാണ് ചിപ്പിയുടെ അടുത്ത് വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ചിപ്പി പറയുന്നു, അപ്പച്ചി വന്നത് അമ്മയും ഡാഡിയും പിരിക്കാനാണോ എന്ന് ചോദിക്കും. അത് കേട്ട മഞ്ജിമയ്ക്ക് ദേഷ്യമൊക്കെ വരും.